നമുക്ക് കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ സരിയു ഭയങ്കര സന്തോഷത്തോടുകൂടി ശാരിയെ വിളിക്കുകയാണ്. പിന്നീട് ശാരിയോട് കാര്യങ്ങളൊക്കെ പറയണ, കല്യാണിക്ക് കുത്തു കിട്ടിയെന്നുള്ള കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശാരി ഒന്നും ഞെട്ടിപ്പോയി. സത്യമാണോ മോളെ നീ പറയണെന്ന് ചോദിച്ചു. അതെ, തൽക്കാലത്തേക്ക് നിങ്ങൾ അറിഞ്ഞ കാര്യമൊന്നും ആരോടും വിളമ്പാൻ നിൽക്കണ്ട. എന്റെ സന്തോഷം അടക്കാൻ പറ്റാത്തോണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞെന്നുള്ളൂ. അല്ല മോളെ, കല്യാണിക്ക് എന്തെങ്കിലും സംഭവിക്കോ? സംഭവിക്കണം തന്നെയാണ് എന്റെ പ്രാർത്ഥന. അങ്ങനെയാണെങ്കിലല്ലേ ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യം നടക്കുള്ളൂ. അത് കേട്ടപ്പോ ശാരി പറഞ്ഞു, മോളെ നീ കൂടുതലൊന്നും പറയണ്ട. പിന്നെ എന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ വിളിച്ച പിന്നെ എനിക്ക് സന്തോഷമാന്നുള്ള കാര്യം നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നറിയാലോ. അത് കേട്ടപ്പോ ശാരിക്ക് ഭയങ്കര വിഷമായിപ്പോയി. പിന്നീട് സരിയു കോള് കട്ട് ചെയ്യണം. എന്റെ ഭഗവാനെ, എത്രയും പെട്ടെന്ന് നീ അവളെ അങ്ങോട്ടേക്ക് വിളിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ തന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. കിരണിനെ തനിക്ക് എത്രയും പെട്ടെന്ന് എന്നെ സ്വന്തമാക്കാം. അച്ഛൻ എന്തോ പിഴച്ചുപോയി, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ തീർക്കണ്ടായിരുന്നു. ഒരു പക്ഷെ കിരൺ ഉള്ളത് കൊണ്ടായിരിക്കും അച്ഛന് അവളെ അവിടെ ഇട്ട് തന്നെ തീർക്കാൻ പറ്റാത്തെ. സാരമില്ല, അവളുടെ കരളിന് കുത്തേറ്റിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അവള് തീർന്നു കിട്ടും. അവളുടെ അമ്മയ്ക്ക് ഇതൊക്കെ തന്നെയായിരുന്നല്ലോ ഗതി എന്നൊരു ചിന്തയായിരുന്നു സരയുടെ മനസ്സിൽ. അതേ സമയത്ത് സി ഐ മാർട്ടിന് കുറച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഗംഗാപ്രസാദ് ചെന്നതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും സി ഐ മാർട്ടിൻ എന്ത് ചെയ്തു, കിരണിനെ വിളിക്കുക. ആ സമയം കിരണും രതീഷും രാഹുലിനെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇതുവരെയായിട്ടും അവനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഓട്ടോറിക്ഷ കയറി പോന്ന് കണ്ടു. പക്ഷെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടും അവൻ എങ്ങോട്ടാ പോയത്, എന്താ എങ്ങനെയാണെന്നും അറിയത്തില്ല. അപ്പോഴാണ് സി ഐ മാർട്ടിന്റെ കോള് വരുന്നത്. ഇത് അയാളാണല്ലോ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രതീഷ് പറഞ്ഞു, എടുക്ക് കിരൺ സാറേ, ഇനി എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ കിരൺ കോൾ എടുത്തു. ഈ സമയം സി ഐ മാർട്ടിൻ പറഞ്ഞു, കിരൺ അത്യാവശ്യമായിട്ട് സ്റ്റേഷൻ വരണമെന്ന് പറഞ്ഞു. എന്താ സാറേ കാര്യം? അതൊക്കെ ഇവിടെ വന്നതിന് ശേഷം പറയാം എന്ന് പറഞ്ഞു കോള് കട്ടായി. ആ സമയം കിരണിന് ആകെപ്പാടെ ടെൻഷനായി. ഒന്നാമത്തെ കാര്യം, കല്യാണി വയ്യാതെ കിടക്കുന്നു. രാഹുലിനെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന് ഓർത്ത് വന്ന അപ്പോഴാണ് സി ഐ മാർട്ടിന്റെ ഓരോ കാര്യങ്ങളൊക്കെ. ഇനി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കുറെ സമയം പോകും, എന്ത് ചെയ്യാൻ പറ്റും. ഒടുവിൽ രതീഷ് പറഞ്ഞു, അതെ കിരൺ സാറ് ചെല്ല്. അയാൾ എന്തിനാ വിളിപ്പിച്ചതെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ചെല്ല്, ഞാൻ നോക്കാം. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആ സമയത്ത് ഞാൻ അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, കിരൺ ഒടുവില് സി ഐ മാർട്ടിനെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് കിരൺ ചോദിച്ചു, എന്തിനാ സാർ എന്നെ വിളിപ്പിച്ചത് ചോദിച്ചു. കിരണെ, എനിക്ക് ഗംഗാപ്രസാദിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ ചോദിച്ചറിയാനുണ്ട്. അന്ന് കിരണ് കാർത്തികയുടെ കല്യാണത്തിന് സമയത്ത് അവനെ കണ്ടിട്ടില്ലെന്നല്ലേ പറയണേ? ഏയ് ഇല്ല സാറേ എന്ന് പറഞ്ഞു. പക്ഷേങ്കില് അവന് പിന്നാമ്പുറം വഴി കയറി വന്നിട്ടുണ്ട്. ഈ പറയുന്ന കിരണും വേലുവും രതീഷും ഒക്കെ പുറത്തായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണമല്ലോ. CCTV ദൃശ്യങ്ങൾ അതാണ് പറയണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, സാറേ ഞാൻ പറഞ്ഞ് കണ്ടിട്ടില്ലെന്ന്. എനിക്ക് ഇനിയിപ്പോ അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ള സമയമല്ല. സാറിനറിയാം, എന്റെ ഭാര്യ കുത്തേറ്റ് ഹോസ്പിറ്റലിൽ ICUവില് ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുവാന്ന് പറഞ്ഞു. കുത്തേറ്റോ? അതെ. ജയിലിൽ നിന്ന് പരോളിനിറങ്ങിയ രാഹുൽ എന്ന് പറയുന്ന അയാളാണ് എന്റെ ഭാര്യയെ കുത്തിയത്. ഇപ്പൊ സാറിന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉത്തരം തന്നുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യ അവിടെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുക. സാറിന് അതറിയാലോ. അത് കേട്ട് കഴിഞ്ഞപ്പോ സി ഐ മാർട്ടിൻ പറഞ്ഞു, കിരണെ നിങ്ങളുടെ മാനസിക ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ല. കിരൺ പറഞ്ഞു, ആയിക്കോട്ടെ സാറേ, പക്ഷെ എന്റെ ഭാര്യയ്ക്ക് ഒന്ന് സുഖമായെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരാം. സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാം. പക്ഷെ ഇപ്പൊ എന്നെ വെറുതെ വരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് മാർട്ടിൻ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല കിരണെ. കിരണിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കിരണ് വ്യക്തമായിട്ടുള്ള മറുപടി തരണം. ഞങ്ങള് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കിരണിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്, വെറുതെ ഒന്നും അല്ലാന്ന് പറഞ്ഞു. കിരണാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്ത പെട്ടുപോയൊരവസ്ഥയിലായി. പിന്നീട് കിരൺ, സാറേ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭാര്യ അവിടെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുക, എനിക്ക് പോയാൽ മതിയാവുള്ളൂ. ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ട എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. അവനെ എനിക്ക് പിടികൂടാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം സാറേ, എന്റെ കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സാർ ഇതും കൂടെ എഴുതി വെച്ചോ. ആ രാഹുൽ എന്ന് പറയുന്ന അയാളെ തീർക്കാൻ പോകുന്ന ഞാനായിരിക്കും. സാറിന്റെ മുന്നിൽ വെച്ച് തന്നെയാ പറയുന്നത്. പിന്നീട് എനിക്ക് ജയിലിൽ പോകാനും ഒരു മടിയില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സി ഐ മാർട്ടിൻ പറഞ്ഞു, അയാൾ അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ഞങ്ങൾ പിടികൂടിക്കോളാന്ന് പറഞ്ഞു. അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല സാറേ. അയാൾ അകത്ത് വന്ന് സുഭിക്ഷമായി ഫുഡും കഴിച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഇടയ്ക്ക് പരോളിനിറങ്ങും, ഇങ്ങനെ ഓരോ ക്രൂരകൃത്യങ്ങൾ ചെയ്യും. അതിന്റെ ആവശ്യമില്ലല്ലോ. അവനെ അങ്ങോട്ട് തീർത്തേക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമാവില്ലെന്ന് ചോദിച്ചു. സി എ മാർട്ടിൻ പറഞ്ഞു, അതെ, നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു. സാറിത് പറയും, പക്ഷെ ചില സമയങ്ങളിൽ നിയമം കയ്യിലെടുത്തേ മതിയാവുള്ളൂ.
അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെയുള്ള ഗുരുതരമായ ക്രൂരതകളൊക്കെ ഇനിയും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ സമയത്ത് സേം ആട്യം പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായ മറുപടി തരുവാണെങ്കിൽ കിരണിന് പോവാന്ന് പറഞ്ഞു. കിരണാണ് ആകെപ്പാടെ പെട്ടുപോയി, എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ആ സമയത്ത് കാർത്തിക വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കാദംബരി വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കാദംബരിയുടെ കോള് വരികയാണ്. കാദംബരി വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് കാർത്തിക വിവരങ്ങളൊക്കെ അറിയുന്നത്. രാഹുലാണ് കുത്തിയെന്നുള്ള കാര്യം അത് കേട്ടുകഴിഞ്ഞപ്പോൾ കാർത്തികയ്ക്ക് ഭയങ്കര ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കല്യാണ സ്ഥിതി ഇച്ചിരി ക്രിട്ടിക്കലാന്ന് മനസ്സിലായി. കരളിന് കുത്തേറ്റിട്ടുണ്ട്. ദൈവമേ, ഇനിയിപ്പോൾ ഇതൊക്കെ അച്ഛൻ അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ ഒരു ടെൻഷൻ കാർത്തിയുടെ മനസ്സിലുണ്ട്. കാരണം ഈ പ്രകാശൻ അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതല്ലേ. ഇനി ഇങ്ങനെ ഷോക്ക് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്നത് ഇനിയിപ്പം വേറൊരു അറ്റാക്ക് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഡോക്ടർ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇനി മനസ്സിന് ഷോക്ക് കേൾക്കുന്ന കാര്യങ്ങളൊന്നും പറയരുതെന്ന്. ഒടുവിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് കാർത്തിക പ്രകാശനോട് ചായയൊക്കെ ആയിട്ട് മുറിയിലേക്ക് ഇല്ലുവാണ്. അപ്പോഴേക്കും പ്രകാശൻ പറഞ്ഞു, മോളെ അവള് വിളിച്ചോന്ന് ചോദിച്ചു. ആര്? അല്ല കല്യാണി. ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞു. നമുക്ക് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകണ്ടേന്ന് ചോദിച്ചു. ഫുഡ് കഴിക്കാനോ? മോൾ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? മോളോട് ഞാൻ പറഞ്ഞല്ലേന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ, ഞാൻ മോളോട് പറഞ്ഞില്ലേ കല്യാണി വിളിക്കണമെന്ന്. ഓ, ഇന്നാണെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അല്ലെങ്കിൽ നാഴേക്ക് 40 വട്ടം വിളിച്ചിട്ട് അച്ഛൻ ചോറുണ്ടോ, ചായ കുടിച്ചോ, അച്ഛന് സുഖമാണോ എന്നൊക്കെ തിരക്കുന്ന ആളാ. ഇന്നൊരു കോള് പോലും വിളിച്ചിട്ടില്ല. അങ്ങോട്ട് വിളിച്ചിട്ടോട്ട് കിട്ടുന്നില്ല. എത്ര വട്ടം ഞാൻ വിളിച്ചെന്നറിയോ? അല്ല മോള് വിളിച്ചായിരുന്നു ചോദിച്ചു. ഞാൻ രാവിലെ ഒന്ന് വിളിച്ചായിരുന്നു, പിന്നെ വിളിച്ചില്ല. തിരക്കായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ വിളിക്കാതിരുന്നെന്ന് പറഞ്ഞു. അന്നൊരു കാര്യം ചെയ്യാം, മോൾ ഇപ്പൊ ഒന്ന് വിളിക്ക. നമുക്കറിയാലോ വിവരങ്ങളൊക്കെ. അവരെന്തെടുക്കുവാന്ന് ഇതുവരെയായിട്ടും വിളിച്ച് കിട്ടാത്തോണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. കാർത്തിക വിട്ടുപോയി. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? അച്ഛനോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ അച്ഛനും ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പൊ പിന്നെ എന്താ പറയണ്ടേന്നൊരു ചിന്തയായിപ്പോയി. ആ സമയം കാർത്തികയുടെ മുഖത്തെ ടെൻഷനും കാര്യങ്ങളും പ്രകാശ് ശ്രദ്ധിച്ചു. എന്താ മോളെ? കല്യാണി മോളെ വിളിക്കാൻ പറഞ്ഞപ്പോ നീ എന്താ ഒന്നും മിണ്ടായിരിക്കണേ? അത് പിന്നെ അച്ഛ, നീ എന്താന്ന് വെച്ചാൽ കാര്യം എന്താന്ന് വെച്ചാൽ പറ. ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയും മറച്ചു വെക്കാൻ പറ്റില്ല. ഒടുവിൽ പ്രകാശനോട് ആ കാര്യം പറയാണ്. കല്യാണിക്ക് കുത്തേറ്റെന്ന് അത് കേട്ട് ഞാൻ പ്രകാശൻ ഒരു നിമിഷം നീട്ടി. സത്യമാണോ മോളെ നീ പറയണേ? അതെ അച്ഛ, കാദംബരി അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പ്രകാശൻ അവിടെ തളർന്നിരിക്കുകയാണ്. പ്രകാശൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു സംഭവം നടക്കും എന്നുള്ള കാര്യം. ആ സമയത്ത് വിക്രത്തിന്റെ അടുത്തേക്ക് ജയിൽ വാർഡൻ ചെന്നു. ജയിൽ വാർഡൻ ചെന്നിട്ട് പറഞ്ഞു, എടാ നിന്റെ ആ കൂട്ടുകാരനുണ്ടായിരുന്നല്ലോ രാഹുല്, എന്താ സാറേ കാര്യം? അങ്ങേർക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്ത് പറ്റാന്? അങ്ങേര് പരോളിന് ഇറങ്ങിയിട്ടെ ആ കിരണിന്റെ ഭാര്യ കല്യാണിയും കുത്തി. അവളിപ്പോ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ICUലാന്ന് പറഞ്ഞു. ക്രിട്ടിക്കൽ സ്റ്റേജിലോ? അതെ. അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കാനായിട്ടാ വിക്രമത്തിന് തോന്നിയത്. താൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. എന്താണെങ്കിലും തന്റെ കാര്യത്തിനൊക്കെ രാഹുലിനെ കൊണ്ട് ഒരു തീരുമാനമുണ്ട്. കണ്ടില്ലേ, ഇപ്പൊ തന്നെ കല്യാണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി. നല്ലൊരു വാർത്ത തന്നെയാണല്ലോ കേട്ടിരിക്കുന്നത്. വിക്രത്തിന് മുഖത്ത് പ്രത്യേകിച്ച് സങ്കടഭാവമൊന്നും കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വാർഡൻ ചോദിച്ചു, എന്താടാ നിനക്കെന്താ ഒരു സങ്കടമില്ല? നിന്റെ പെങ്ങളല്ലേ എന്ന് ചോദിച്ചു. ഓ, എന്ത് പെങ്ങള്? അവളെ അതിന് ആരാ സാറെ പെങ്ങളായിട്ട് അംഗീകരിച്ചിരിക്കുന്നേ? ഞാൻ അവളെ പെങ്ങളായിട്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവൾക്ക് എന്ത് സംഭവിച്ചല്ലേ എനിക്ക് എന്താന്ന് ചോദിച്ചു. എന്നാലും നീ ഒരു മനുഷ്യജന്മം തന്നെയാണോടാ എന്നൊക്കെ ചോദിച്ചിട്ട് വാർഡൻ അങ്ങോട്ടേക്ക് പോന്നേ. പക്ഷെ വിക്രത്തിന് കേട്ട കാര്യം ഭയങ്കര സന്തോഷമുള്ളതായിരുന്നു. പുറത്തു പോയിട്ട് രാഹുൽ അങ്കിൾ എത്രയെങ്കിലും ചെയ്തല്ലോ, അങ്കിളിനെ കൊണ്ട് എത്രയെങ്കിലും ഗുണമുണ്ടായല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് സേനനും രൂപയും കല്യാണി ഹോസ്പിറ്റലാന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രൂപയെ കലമുറയിട്ട് കരയുവാണ്. ദൈവമേ, എന്റെ മോൾക്ക് ഇത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നീട് ചന്ദ്രസേനോട് പറഞ്ഞു, ചന്ദ്രേട്ട നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞു. എനിക്ക് മോളെ കാണണം, മോളെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ചന്ദ്രസേനൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, കിരണിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് കിരണിനെ വിളിക്കുകയാണ്. പക്ഷെ കിരണിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. എങ്ങനെ കിട്ടാനാ? കിരൺ CAയുടെ മുന്നിലല്ലേ. CA ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക, അല്ലാതെ ഇവിടുന്ന് വിടത്തുമില്ല. ആകെപ്പാടെ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു കിരണ്. പുറത്തിറങ്ങിയാലും കല്യാണം രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം എന്നൊക്കെയുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഇവരോട് പിടിച്ചു വെച്ചിരിക്കുക. എത്രയും പെട്ടെന്ന് പോകണം എന്നൊരു ചിന്ത മാത്രമേ കിരണിന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്താണെങ്കിലും അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഒരു കാര്യം ഉറപ്പാ, കല്യാണിക്കൊന്നും സംഭവിക്കത്തൊന്നുമില്ല. കല്യാണി ജീവിതത്തിലേക്ക് മടങ്ങി വരും. സരയുവിന്റെ ഒരാഗ്രഹവും നടക്കാൻ പോകുന്നില്ല. ഒടുവില് സരയുവാണ് ഇതിന്റെയൊക്കെ പിന്നിലുണ്ടെന്നുള്ള സത്യങ്ങള് കിരണും കല്യാണിക്ക് അറിയും. അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കിരൺ അവളെ വെറുതെ വിടുവോ? ഒരിക്കലും ഇല്ല. അവളുടെ അതിമോഹമൊക്കെ തീർത്ത് കളയും കിരണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.